എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ വെള്ളം കുടിക്കുന്നതും ആരോഗ്യമുണ്ടാക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണം ദഹിക്കാനും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കാനുമെല്ലാം വെള്ളം ഏറെ അത്യാവശ്യമാണ്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വെള്ളം കുടിച്ചുകൊണ്ട് തുടങ്ങണം എന്നാണ് പറയുക. മലബന്ധം പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കാനും കിഡ്നിയുടെ പ്രവർത്തനം നല്ലപോലെ നടക്കാനും ശരീരത്തിലെ കൊഴുപ്പ് നീക്കാനും രക്തപ്രവാഹം നല്ല രീതിയിൽ നടക്കാനും ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാനുമെല്ലാം വെള്ളം ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനു മാത്രമല്ല ചർമ്മാരോഗ്യത്തിനും വെള്ളം ഏറെ ഗുണകരമാണ്. ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താനും വരണ്ട സ്വഭാവം അകറ്റി ചുളിവുകളും വരകളുമെല്ലാം ഇല്ലാതാക്കാനും ചർമ്മം അയഞ്ഞു തുടങ്ങുന്നത് തടയാനുമെല്ലാം വെള്ളം ചർമ്മത്തെ സഹായിക്കുന്നു. ചർമ്മത്തെ പ്രായമാകാതെ തടഞ്ഞു നിർത്തുന്ന പ്രധാന ഘടകമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്നാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വെള്ളം കുടിച്ചാൽ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്നത് പലതരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയും അസുഖങ്ങളെയുമെല്ലാം അകറ്റി നിർത്താൻ നല്ലതാണ്. എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടതെന്നും വെള്ളം അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ ആരോഗ്യത്തിനുണ്ടാകുമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഭക്ഷണശേഷമാണോ ഭക്ഷണത്തിനിടയിലാണോ വെള്ളം കുടിക്കേണ്ടത് എന്ന് പലർക്കും സംശയമാണ്. പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം കഴിച്ചയുടനെ വെള്ളം കുടിക്കരുത് എന്നതാണ്. ഇത് ശരീരത്തെ വിഷമയമാക്കുന്നുവെന്ന് പറയാം. ഇത് ശാസ്ത്രതത്വമാണ്. ഭക്ഷണം വയറ്റിലെത്തിയാൽ അടുത്ത പ്രക്രിയ ദഹനമാണ്. ഇതിനായി ആമാശയം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ പ്രവർത്തനക്ഷമമാകുന്നുണ്ട്. ഭക്ഷണത്തിനുമേൽ വെള്ളം കുടിക്കുമ്പോൾ അത് ദഹനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദഹിക്കാത്ത എന്തു വസ്തുവും ശരീരത്തിൽ വിഷത്തിൻ്റെ ഫലമാണ് നൽകുന്നത്. ഭക്ഷണത്തിനുമേൽ വെള്ളം കുടിക്കുമ്പോൾ വയറിന് ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം, വയർ വീർക്കുക തുടങ്ങിയ പല അസ്വസ്ഥതകളും ഉണ്ടാകുന്നു. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം വെള്ളം കുടിക്കുമ്പോഴാണ് പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കുകയാണെങ്കിൽ 3/4 മണിക്കൂർ മുമ്പായി കുടിക്കണം എന്നതാണ് കണക്ക്. വെള്ളം കുടിക്കാൻ മടിയാണെങ്കിൽ വെള്ളത്തിനു പകരമായി സംഭാരം, ജ്യൂസ്, നാരങ്ങാ വെള്ളം എന്നിവയെല്ലാം കുടിക്കാം. രാവിലെ ജ്യൂസ്, ഉച്ചയ്ക്ക് മോരോ നാരങ്ങാ വെള്ളമോ, രാത്രി പാൽ എന്നിങ്ങനെയാണ് നല്ലത്. എന്നാൽ എന്തിനും സമയക്രമം പ്രധാനമാണ്. വെള്ളം കുടിക്കുന്ന രീതി ഏറെ പ്രധാനമാണ്. നാം എല്ലാവരും ഒറ്റയടിക്കാണ് വെള്ളം കുടിക്കുക. അതായത് ഒരുമിച്ച് ഏറെ അളവിൽ ശരീരത്തിൽ വെള്ളം ചെന്നെത്തും. അത് ആന്തരികാവയവങ്ങൾക്ക് അത്ര സുഖകരമാകില്ല. എന്നാൽ ചായയും കാപ്പിയുമെല്ലാം കുടിക്കുന്നത് പോലെ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ചെറിയ അളവിൽ ഇത് ശരീരത്തിലെത്തുമ്പോൾ ഇതിൻ്റെ പ്രക്രിയ പെട്ടെന്ന് തന്നെ നടക്കുന്നു. ഇതുപോലെ കഴിവതും ഇരുന്ന് തന്നെ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. വേനൽക്കാലമാവുമ്പോൾ തണുപ്പിച്ച വെള്ളവും ജ്യൂസുമെല്ലാം കുടിക്കുന്നത് പതിവാണ്. പ്രത്യേകിച്ചും ചൂടുകാലത്ത് ചൂടിൽ നിന്നും കയറി വന്ന് ഐസ് വാട്ടർ കുടിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇത് വയറിൻ്റെ ആരോഗ്യത്തിന് ഏറെ ദോഷം ചെയ്യും. ശരീരത്തിൻ്റെ താപനിലയിൽ പെട്ടെന്ന് തന്നെ വ്യതിയാനമുണ്ടാക്കുകയാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ദഹനത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ മൺകലം പോലുള്ളവയിൽ വെള്ളം വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. കേൾക്കുമ്പോൾ വൃത്തിഹീനമെന്ന് തോന്നുമെങ്കിലും വായ പോലും കഴുകുന്നതിന് മുമ്പ് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണം. രാവിലെ വയറ്റിൽ ആസിഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. വായിലെ ഉമിനീരിന് ആൽക്കലൈൻ്റെ സ്വഭാവമാണ്. ഇത് വെള്ളത്തിനൊപ്പം വയറ്റിലെത്തുന്നത് വയറിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും. ഇതുപോലെ ചായ, കാപ്പി എന്നിവയ്ക്ക് മുമ്പായി വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ഇതും വയറ്റിലെ അസിഡിറ്റിക്കും ഗ്യാസ്, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ്. രാവിലെ തന്നെ വയർ ക്ലീനാകുന്നത് ഒരു പരിധിവരെ പല രോഗങ്ങളെയും തടുത്തു നിർത്തുന്ന ഒന്നാണ്. രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പായി വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ നിന്നും രാത്രിയിലുള്ള ജലനഷ്ടം ഒഴിവാക്കും. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നിവ തടയാനും ഇത് സഹായിക്കും. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ കുളിക്കുന്നതിൻ്റെ മുമ്പ് അല്പം വെള്ളം കുടിക്കുക. ഇത് BP കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. ശരീരത്തിന് ആവശ്യമായ അളവിൽ വേണം വെള്ളം കുടിക്കാൻ. അമിതമായ വെള്ളം കുടിയും ദോഷം ചെയ്യും. ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാൻ ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി.
അമിതമായി വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ സോഡിയത്തിൻ്റെ തോത് വളരെ കുറക്കും. 2 മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരം അറിവുകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.